പി കൃഷ്ണപിള്ള സെക്രട്ടറി ആയിട്ടുള്ള ആദ്യത്തെ പാർട്ടി സെൽ രൂപീകരിച്ചത് കോഴിക്കോട് 1937. അത്രയായിട്ടുള്ള കൊല്ലം. ആ 37 ശേഷം ഇവരെല്ലാം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ഇവരെല്ലാം ആരാ? കോൺഗ്രസ്സാണ്. കോൺഗ്രസുമാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമാണ്, രണ്ടുമാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അംഗമായ ഒരാൾക്ക് മാത്രമേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമാവാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടുമാണ്, കോൺഗ്രസുമാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റുമാണ്. അത് രണ്ടും അംഗീകരിക്കുന്ന ഒന്നാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രണ്ടാം നിയമലംഘന പ്രസ്ഥാനം മഹാത്മാഗാന്ധി പിൻവലിച്ചപ്പോഴുള്ള ജനങ്ങളുടെ അമർഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കോൺഗ്രസിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിനെ ജനകീയ കോൺഗ്രസ് ആക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ രൂപീകരണം. അതിൻ്റെ സംസ്ഥാന നേതാവാണ് കൃഷ്ണപിള്ള, അതിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് EMS, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ. ഇവർ രണ്ടും ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത്. 4 ആളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇവർ 4 ആളും കൂടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഓരോരുത്തരെയും കൂട്ടായും വർഗസമര സിദ്ധാന്തം എന്താണ് എന്ന് പഠിപ്പിച്ച് 1939 ഡിസംബറിൽ, അത്രയേ ഉള്ളായിട്ടു, 37 കഴിഞ്ഞു, 38, 39 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മേളനം, പാർട്ടി രൂപീകരണം എന്ന് പറഞ്ഞിട്ടല്ല, ഒരു കർഷക സമ്മേളനം എന്ന പേരിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ, അന്നത്തെ മലബാറിൻ്റെ ഭാഗമാണ്, എവിടെ വെച്ചിട്ടാണ് ആർക്കറിയാം, ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നാട് പിണറായി പാറപ്പുറം. ശരിയാണ്. ശരിയായ ഉത്തരം പറഞ്ഞാൽ അറിയാത്തവർ കൈയടിച്ചു കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണ്ടേ. ഇതെന്ത് പറഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ശരിയായ ഉത്തരം പറഞ്ഞത്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അറിയാത്തവർ എന്ത് ചെയ്യണം? ഒന്നുമില്ല, കയ്യും കടിക്കുക കേട്ടാ. കൈയടിച്ചാൽ എന്തോ കുഴപ്പം വരുമെന്നാണ്. ഒരു കുഴപ്പം വരുന്നില്ല. പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ തന്നെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ്. ഞാൻ അത് പിന്നെ പറയാം. ഹാപ്പിനെസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഭയങ്കര മടിയാണ് മലയാളി. ഒരു താങ്ക്സ് പറയാൻ തന്നെ വലിയ മടിയാണ്, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ. അത് മാറണം. നമ്മളിനി ഹാപ്പിനെസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്. അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് കേരളം സന്തോഷാത്മകമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഒരു കാര്യം പറയാൻ പുറപ്പെട്ടപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്. അത് വേറൊന്നുമല്ല, 1939 അവസാനം ചേർന്ന സമ്മേളനം 1940 ജനുവരി മാസം 26 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചിരിക്കുന്നു എന്ന് പരസ്യപ്പെടുത്താൻ രഹസ്യമായി തീരുമാനിച്ചു. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളണം. പരസ്യപ്പെടുത്തണം, പക്ഷെ എങ്ങനെയാ? ആരാണെന്ന് അറിയാൻ പാടില്ല, അറിഞ്ഞിട്ടില്ല. ആരാണെന്ന് അറിയാതെ പരസ്യപ്പെടുത്തണം. അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു ഭാഗം മുതൽ മറ്റൊരു ഭാഗം വരെ 1940 ജനുവരി മാസം 26 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് എഴുതി വെച്ചു. ആരാ എഴുതിയതെന്ന് ആർക്കും അറിയില്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് എന്ന് എഴുതി വെച്ചു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് എഴുതി വെച്ചു. അത് വായിക്കാൻ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിട്ടില്ല. അന്നത്തെ പോലീസ് 4ാം ക്ലാസ് പോലീസാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വായിക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. സാമ്രാജ്യത്വം തുലയട്ടെ എന്നും എഴുതി വെച്ചു. ഈ 3 മുദ്രാവാക്യമാണ് എഴുതി വെച്ചത്. ചുമരായ ചുമരിൻ്റെ മേലെ. വലിയ ചുമരൊന്നും വന്നില്ല, പോലീസ് സ്റ്റേഷനൊക്കെയാണ് ചുമര്. അവിടെയാണ് കൊണ്ടുപോയിട്ട് എഴുതിയത് കമ്മ്യൂണിസ്റ്റുകാർ. ആരാ കമ്മ്യൂണിസ്റ്റുകാരെന്ന് അറിയില്ല. രാവിലെ നോക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യം എഴുതി കാണുന്നത്. ആരെഴുതി എന്ന് മനസ്സിലാവാതുകൊണ്ട് കണ്ണിൽ കണ്ട മുഴുവൻ ആളെയും പോലീസുകാർ അടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അടിച്ചിട്ടാണ് കുറേ ആൾ കമ്മ്യൂണിസ്റ്റായത്. അവരാരും എഴുതാൻ പോയവരല്ല, എഴുതാൻ പോയവരാരെയും കിട്ടിയിട്ടുമില്ല. ഇതിൻ്റെ തുടർച്ചയിൽ 1940 സെപ്റ്റംബർ 15
കേരളത്തിൽ ആദ്യമായി ചെമ്പതാക ഉയർത്തിയിട്ട്, ഈ പതാകയില്ലേ നമ്മുടെ, ഈ ചെമ്പതാക ഉയർത്തിയിട്ട് സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1940 സെപ്റ്റംബർ 15-ാം തീയതി, എപ്പോഴാ സെപ്റ്റംബർ 15-ാം തീയതി. അപ്പുറം ഇവർ നോക്കിയാൽ അന്നേരം ചോദ്യം ചോദിക്കും. സെപ്റ്റംബർ 15-ാം തീയതി ആദ്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമാചരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രഹസ്യമായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ബാനറിലാണ് പരിപാടി. ചെമ്പതാക ഉയർത്തുകയും ചെയ്തു.